ദേശീയ തലത്തിലുള്ള OIC ആയിട്ട് മാറും കേരളത്തിലെ SDPI എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും ആർക്കും വേണ്ട. SDPI സ്വീകരിച്ചുകൊണ്ടിരുന്ന നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തന്ത്രപരമായിട്ടുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും അല്പസ്വല്പം SDPI ഉണ്ട്. അതിൽ ചില സ്ഥലങ്ങളിലൊക്കെ വളരെ പ്രധാന റോള് വഹിക്കുകയും ചെയ്യുന്നുണ്ട് SDPI എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SDPI ഏതെങ്കിലും തരത്തിൽ തനിച്ചു മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മഞ്ചേശ്വരത്ത് BJPയുടെ വിജയം ഉറപ്പിക്കും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയവും വേണ്ട. മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ ഏതെങ്കിലും തരത്തിൽ ഭിന്നിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ വിജയം ഉറപ്പിക്കുക BJP ആയിരിക്കും. നമസ്കാരം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPI മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. SDPI മത്സരിക്കുകയാണെങ്കിൽ ഏത് മുന്നണിക്കായിരിക്കും ഗുണം ചെയ്യാൻ പോകുന്നത്? അത് ഏറ്റവും കൂടുതലായിട്ട് ഗുണം ചെയ്യുക NDA മുന്നണിക്കായിരിക്കും. ദേശീയ തലത്തിലുള്ള OIC ആയിട്ട് മാറും കേരളത്തിലെ SDPI എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും ആർക്കും വേണ്ട. ഇന്നത്തെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ തെരഞ്ഞെടുപ്പുകളിലും SDPI സ്വീകരിച്ചുകൊണ്ടിരുന്ന ഒരു നിലപാട്, ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഒഴികെ SDPI സ്വീകരിച്ചുകൊണ്ടിരുന്ന നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തന്ത്രപരമായിട്ടുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. കാരണം ഒന്നെങ്കിൽ UDFമായിട്ടൊരു അന്തർധാര അവർ ഉണ്ടാക്കിയെടുക്കും, അല്ലെങ്കിൽ LDFുമായിട്ടൊരു അന്തർധാര അവർ ഉണ്ടാക്കിയെടുക്കും. അതിനുശേഷം അവർ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് പിന്തുടർന്നു പോന്നിരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഏകദേശം 5000-ഓളം വോട്ട് SDPIക്കുള്ളൊരു മണ്ഡലമാണ് തൃക്കാക്കര എന്ന് പറയുന്നത്. അതായത് നമ്മളിരിക്കുന്ന ഈ നിയോജക മണ്ഡലം. ഈ നിയോജക മണ്ഡലത്തിൽ SDPIയുടെ നിലപാട് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ് പറയുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ ഉമാ തോമസിന് വോട്ട് നൽകാൻ വേണ്ടിയിട്ട് തന്നെ, അതായത് UDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു SDPIയുടെ തീരുമാനം ഉണ്ടായിരുന്നത്. അതിനുശേഷം നടന്നിട്ടുള്ള പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും SDPIയുടെ തീരുമാനം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുക എന്നുള്ളൊരു തീരുമാനമായിരുന്നു. പിന്നെ പുതുപ്പള്ളിയൊക്കെ സംബന്ധിച്ചിട്ട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എങ്കിൽ തന്നെയും ഈ പുതുപ്പള്ളിയിലൊന്നും വേണ്ടത്ര SDPIക്കാരോ പ്രവർത്തകരോ ഒന്നും ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് SDPIയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയുമായിട്ട് ഞാൻ സംസാരിക്കുകയിടയായി. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ SDPIക്കകത്ത് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ SDPIക്കകത്ത് SDPIയുടെ ഒരു ജില്ലാ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ പേര് റോയി അറക്കൽ എന്നാണ്. അദ്ദേഹം ക്രിസ്തു മതസ്ഥനാണ് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ വേറൊരു ജോൺസൺ കണ്ടഞ്ചിറ, അദ്ദേഹം SDPIയുടെ സംസ്ഥാന സമിതി അംഗമാണ്. അത് കൂടാതെ തന്നെ തുളസീധരൻ പള്ളിക്കൽ, അദ്ദേഹം ദളിതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്. അതോടൊപ്പം തന്നെ അലോഷ്യസ് കുളത്തറ, ഇദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ക്രിസ്ത്യൻ മതവിശ്വാസിയാണ്. അപ്പം അങ്ങനെ വിവിധ ജാതി ഇതിൽപ്പെട്ട ആളുകളൊക്കെ SDPIക്കകത്ത് ഭാഗമാണ് എന്നുള്ള വലിയൊരു അവകാശവാദമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അവരൊരു സാധാരണ രാഷ്ട്രീയ പാർട്ടി പോലെ ഉള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നൊക്കെയുള്ള വലിയ അവകാശവാദങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ അനുഭവം എന്താണ് എന്നുള്ളതും കാര്യം കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാവുന്നൊരു വസ്തുതയാണ്. അത് നമുക്ക് മറച്ചു വെച്ചുകൊണ്ടൊന്നും ഈ ചർച്ച മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ SDPI SDPI ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മത്സരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മത്സരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ നെഗോഷിയേഷൻ്റെ ഭാഗമാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും അല്പസ്വല്പം SDPI ഉണ്ട്. അതിൽ ചില സ്ഥലങ്ങളിലൊക്കെ വളരെ പ്രധാന റോള് വഹിക്കുകയും ചെയ്യുന്നുണ്ട് SDPI എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഈരാറ്റുപേട്ട എന്നൊക്കെ പറയുന്നത് SDPIക്ക് വളരെ സ്വാധീനമുള്ളൊരു സ്ഥലമാണ്. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഒക്കെ ഇലക്ഷൻ റിസൾട്ടിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് SDPI എന്ന് പറയുന്നത്. ഇതിന് പൂഞ്ഞാർ മാത്രമല്ല, പിന്നെയുമുണ്ട് സ്ഥലങ്ങൾ. ഇപ്പം നമുക്കൊരു ഉദാഹരണം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈരാറ്റുപേട്ട, അതോടൊപ്പം തന്നെ ആലപ്പുഴ. ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞാൽ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ പെടുന്ന ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ആലപ്പുഴ നിയോജക മണ്ഡലത്തിനകത്ത് കൃത്യമായിട്ട് SDPIക്ക് സ്വാധീനമുണ്ട്, വളരെ ശക്തമായൊരു സ്വാധീനം അവർക്കുണ്ട്. അതുകൂടാതെ കളമശ്ശേരിയിലും SDPI തനിച്ച് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് പക്ഷത്തിനാണ് വിജയം എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. നമുക്ക് ഒരു കാര്യം മാത്രം പറയാൻ വേണ്ടി സാധിക്കും, കളമശ്ശേരിയിൽ SDPI തനിച്ച് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണം കോൺഗ്രസിനായിരിക്കുമോ അതോ CPM-നായിരിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല എന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ SDPIയുടെ ഒരു സൈലന്റ് പിന്തുണ അത് LDFനായിരുന്നോ UDFനായിരുന്നോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അതുകൂടാണ്ട് തന്നെ കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനൊക്കെ ഇപ്രാവശ്യം UDF പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തൊക്കെ SDPIക്കുള്ള പങ്കാളിത്തത്തെ ഒന്നും നമ്മൾ നിസ്സാരവൽക്കരിച്ച് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കത്തില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല SDPIയുടെയും സപ്പോർട്ട് കൊല്ലം കോർപ്പറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിനകത്ത് UDF സംവിധാനത്തിലുണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതിൻ്റെക്കാളൊക്കെ ഏറ്റവും ഗൗരവകരമായിട്ടുള്ള 2 നിയോജക മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ. അതായത് SDPI തനിച്ചു മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത് BJP ആണ് എന്ന് നമുക്ക് തറപ്പിച്ചു പറയാൻ പറ്റുന്ന 2 മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരത്ത് നമുക്കറിയാം 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ വെറും 86 വോട്ടുകൾക്കാണ് BJPയുടെ K. സുരേന്ദ്രൻ പരാജയപ്പെട്ടു പോയത്.
കാരണം വിജയത്തോട് അടുത്തെത്തിയതാണ്. ഈ 2021 തെരഞ്ഞെടുപ്പിലും 800 വോട്ടുകൾക്കാണ് ശ്രീ കെ സുരേന്ദ്രൻ അവിടെ പരാജയപ്പെടുന്നത്. പക്ഷേ കെ സുരേന്ദ്രൻ ഒരുപക്ഷെ 2021 വിജയിച്ച് കയറി പോകേണ്ടതായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഹെലികോപ്റ്ററിൽ കയറി കോന്നിയിലും അതോടൊപ്പം തന്നെ മഞ്ചേശ്വരത്തും മത്സരിക്കാൻ പോയാണ് പ്രശ്നം പറ്റിയത്. മറിച്ച് അദ്ദേഹം മഞ്ചേശ്വരത്ത് തന്നെയാണ് മത്സരിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അത് അദ്ദേഹം 2 സ്ഥലത്തേക്ക് ഓടി നടന്ന് കൂടുതൽ സമയം ഒരു നിയോജക മണ്ഡലത്തിൽ ചെലവഴിക്കാതെ സംസ്ഥാനത്തോടനീളം അദ്ദേഹത്തിന് ഓടേണ്ടതുണ്ടായിരുന്നു. അത് കൂടാണ്ട് തന്നെ അദ്ദേഹം കോന്നിയിലും കൂടെ പോയി മത്സരിച്ച് ഉള്ള വിജയസാധ്യത കളഞ്ഞു കുളിച്ചു, അല്ലെങ്കിൽ തലയിൽ MLA ആകാനുള്ള വിധി കെ സുരേന്ദ്രന് ഇല്ലാണ്ടായിപ്പോയി എന്നാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ SDPI ഏതെങ്കിലും തരത്തിൽ തനിച്ചു മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മഞ്ചേശ്വരത്ത് BJPയുടെ വിജയം ഉറപ്പിക്കും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയവും വേണ്ട. കാരണം അതിന് മാത്രം ശേഷി മഞ്ചേശ്വരത്തുള്ള SDPIക്ക് ഉണ്ട്. SDPI അവിടെ വളരെ ശക്തമാണ്. ഏകദേശം എങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിനകത്ത് ഒരു 5000-6000-ഓളം SDPI പ്രവർത്തകരുണ്ട് എന്നുള്ള കാര്യം നമുക്ക് 100% ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നീടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് നേമമാണ്. ഈ നേമവും മഞ്ചേശ്വരവും എന്നും BJPക്ക് കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന 2 നിയോജക മണ്ഡലങ്ങളാണ്. ഈ നേമം നിയോജക മണ്ഡലത്തിലും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വി ശിവൻകുട്ടി കഴിഞ്ഞ പ്രാവശ്യം വിജയിക്കാനും വേണ്ടിയിട്ട് 2 കാരണങ്ങളുണ്ട്. ഒന്നെന്താ വെച്ചാൽ കെ മുരളീധരന്റെ സാന്നിധ്യം. കെ മുരളീധരനെ പോലുള്ള ശക്തനായ ഒരു കാൻഡിഡേറ്റിനെ UDF അവിടെ ഇട്ടതുകൊണ്ട് മാത്രമാണ് വി ശിവൻകുട്ടി അവിടെ വിജയിച്ചത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അത് CPM-കാരൊന്നും പുറമേ സമ്മതിച്ചില്ലെങ്കിലും അകത്തെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിന് മുമ്പുണ്ടായിരുന്ന സ്ഥാനാർത്ഥി, അതായത് O രാജഗോപാൽ വിജയിക്കുന്ന സമയത്ത് അന്ന് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരുന്ന ഒരു സുരേന്ദ്രൻ പിള്ളയാണ്. എനിക്കൊന്ന് അദ്ദേഹം ഏതോ ജനതാദളിൽ നിന്നും കണ്ട ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് രാജിവെച്ചിട്ട് UDFന്റെ ജനാധിപത്യ കേരള കോൺഗ്രസിലും കണ്ട് എത്തി, അങ്ങനെ എന്തോ മത്സരിച്ചതായിരുന്നു എനിക്ക് തോന്നുന്നു 2016. അതിനുശേഷം 2021 ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് അവിടെ അവതരിപ്പിച്ചത്. വടകര MP ആയിരുന്ന കെ മുരളീധരനോട് നേമത്ത് മത്സരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും അവിടെ അതിശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുകയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ നേമത്തെ സംബന്ധിച്ചിട്ട് പറയുന്ന സമയത്ത് നേമത്തും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് 5000-നും 6000-നും ഇടയ്ക്കുള്ള ഒരു വോട്ട് ബാങ്ക് വളരെ കൃത്യമായിട്ട് തന്നെ SDPIക്ക് നേമത്തുണ്ട്. അപ്പോൾ SDPIക്ക് നേമത്തുണ്ടാകുന്ന സാഹചര്യത്തിൽ SDPIയുടെ തന്നെ ഒരു സ്വന്തമായ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ BJPക്ക് വിജയം സുനിശ്ചിതമായി എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം ആ വോട്ടുകൾ, അതായത് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ ഏതെങ്കിലും തരത്തിൽ ഭിന്നിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ വിജയം ഉറപ്പിക്കുക BJP ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് UDFന് മഞ്ചേശ്വരത്ത് നഷ്ടമുണ്ടാകുന്നത് പോലെ തന്നെ LDFനെ സംബന്ധിച്ച് നേമത്ത് നഷ്ടം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഇരു മുന്നണികളും ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ SDPയുമായിട്ടൊരു അന്തർധാര ഉണ്ടാക്കാൻ ഇവർക്ക് പോകാൻ വേണ്ടി സാധിക്കത്തില്ല. അത് പൊളിറ്റിക്കലി ഒരു ഓപ്പൺ സ്പേസിൽ ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ടൊന്നും ഒരിക്കലും SDPയുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് UDFോ LDFോ തയ്യാറാവത്തില്ല. പക്ഷെ നീക്കുപോക്കുകൾ അതുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. VD സതീശൻ അങ്ങനെ ജമയത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത് പോലെ അതുപോലെ ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് SDPയുമായിട്ട് ഒരിക്കലും തയ്യാറാവത്തില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ ഒരുപാട് ഭൂരിപക്ഷ സമുദായത്തിന്, ഹൈന്ദവ സമുദായത്തിന്റെ വോട്ടുകൾ UDFന് നഷ്ടപ്പെട്ടു പോകും എന്നൊരു ഭയപ്പാടുണ്ടാവും. ഈ സമാനമായ അവസ്ഥ തന്നെയാണ് LDFനും ഉള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇത് കൂടാതെ തന്നെ ഈ SDPയുടെ ഒരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. ഒരു നിയോജക മണ്ഡലത്തിൽ 5000 പേരുണ്ടെങ്കിൽ ആ 5000-ൽ ഒരാൾ പോലും കുറയാതെ കൃത്യമായിട്ട് അവർ പറയുന്ന ആൾക്ക് അവർ വോട്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ SDPയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SDPയുടെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഭർത്താവ്, ഭാര്യ, മക്കൾ ഇവരെല്ലാവരും SDPയുടെ പരിപാടിക്ക് പങ്കെടുക്കും. അവരെല്ലാവരും കുടുംബസമേതമായിരിക്കും SDPയുടെ പരിപാടിക്ക് പങ്കെടുക്കുക എന്ന് പറയുന്നത്. അതായത് SDPയുടെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഇത്രയും ആളുകൾ ഉണ്ടോ എങ്കിൽ എത്രയോ ആളുകൾ പിൻവാതിലിൽ ഉണ്ടാവും എന്ന് പലരും സംശയിക്കും. പക്ഷേ അവരുടെ ആകെ ജനസംഖ്യയാണ്, അവരുടെ ആകെ പ്രവർത്തകരാണ് അവരുടെ പരിപാടികൾക്ക് പങ്കെടുക്കുക എന്ന് പറയുന്നത്. കാരണം SDPയെ കുടുംബത്തെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കേഡർ സ്വഭാവത്തോടു കൂടി തന്നെയാണ്. അതുകൊണ്ട് SDPI ഒരു തീരുമാനമെടുത്ത് തനിച്ചു മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് കരുതുക. തനിച്ചു മത്സരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പല നിയോജക മണ്ഡലങ്ങളിലും അത് പല സ്ഥാനാർത്ഥികളുടെയും വിജയപരാജയത്തെ തീരുമാനിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട. അതുപോലെ കേഡർ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ SDPI എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക, ഇവർ മത്സരിക്കുന്നത് കൊണ്ട് നേട്ടമുണ്ടാകാൻ പോകുന്നത് നേമത്തും അതോടൊപ്പം തന്നെ മഞ്ചേശ്വരത്തും ഈ പറഞ്ഞ BJPക്കായിരിക്കും. അതുകൂടാതെ ആലപ്പുഴയിലൊക്കെ നമുക്കറിയാവുന്നതാണ് BJPയുടെ വളർച്ച എത്രത്തോളം വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ആലപ്പുഴയും അതോടൊപ്പം തന്നെ പൂഞ്ഞാറ്, കളമശ്ശേരി, കൊല്ലം ഇവിടങ്ങളിലൊക്കെ SDPയുടെ സാന്നിധ്യം
ഇരു മുന്നണികളുടെയും വിജയപരാജയങ്ങളെ സ്വാധീനിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഏതൊക്കെയാലും SDP തീരുമാനം, അവർ ഇപ്പോൾ നിലവിൽ അവരുടെ തീരുമാനം എന്ന് പറയുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ തനിച്ച് മത്സരിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ അതൊരു പൊളിറ്റിക്കൽ നെഗോഷിയേഷന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവർക്കും ചില ടേംസ് ആൻഡ് കണ്ടീഷൻസും ഡിമാൻഡുകളും ഒക്കെ ഉണ്ടാവാം ഇരു മുന്നണികളോടും. അതിലേത് മുന്നണിയാണോ അവരുടെ ഡിമാൻഡുകളോട് അന്തർധാരയായിട്ടെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്നത് ആ മുന്നണിക്കൊപ്പമായിരിക്കും അവർ നിൽക്കാനായിട്ട് സാധ്യതയുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഏതാനും ചില നിയോജക മണ്ഡലങ്ങളിലെങ്കിലും, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മഞ്ചേശ്വരം പോലെയുള്ള സ്ഥലങ്ങളിലെങ്കിലും അവരൊരു അന്തർധാരയ്ക്ക് തയ്യാറാകും എന്നതിൽ സംശയമൊന്നും വേണ്ട. കാരണം അവരെ സംബന്ധിച്ചിട്ട് അവരുടെ രാഷ്ട്രീയം അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സംഘപരിവാർ രാഷ്ട്രീയത്തെ എന്നും എതിർത്ത് പോന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് SDP എന്ന് പറയുമ്പോഴും OYC അതിനൊരു അപവാദമായിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്നുള്ള കാര്യവും നമ്മൾ മറക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.